ഒരു വള്ളത്തിൻ്റെ ഫൈബർ വർക്കിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് റെസിൻ. അപ്പോൾ റെസിനിൽ ചോക്ക് പൗഡറും മരപ്പൊടിയും എന്നിവയെല്ലാം മിക്സ് ചെയ്തുകൊണ്ടാണ് വള്ളത്തിന് മുകളിൽ തേക്കാനായിട്ടുള്ള പുട്ടി തയ്യാറാക്കുന്നത്. പുട്ടി തയ്യാറാക്കി വെച്ച ശേഷം റെസിനിലെ ആവശ്യത്തിന് ഹാർഡ്നർ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. വള്ളത്തിൻ്റെ മുകളിലെ പലകയെല്ലാം നന്നായിട്ട് പോളിഷ് ചെയ്തെടുത്തതിന് ശേഷമാണ് വള്ളത്തിൻ്റെ മുകളിലായിട്ട് ഒരു കോട്ട് റെസിന് റോൾ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ പലകയ്ക്ക് മുകളിൽ നന്നായിട്ട് റെസിൻ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബർ ഗ്ലാസ് ഷീറ്റാണ്. അപ്പോൾ 300 GSMൻ്റെ ഫൈബർ ഗ്ലാസ് ഷീറ്റാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ചെറിയ ഏരിയകളിലായിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് ചെറിയ പീസുകളായിട്ട് നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ടുള്ള ഹാർഡ്നറായിട്ടുള്ള കാറ്റലിസ്റ്റ് നമ്മളൊരു ബോട്ടിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം കൊബാൾട്ട് മിക്സ് ചെയ്തിട്ടുള്ള റെസിനിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ മിക്സ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഏകദേശം ഒരു പിങ്ക് കളറാണ് ഈ റെസിനിൽ മിക്സ് ചെയ്തിരിക്കുന്നത്. റെസിനും ചോക്ക് പൗഡറും മരപ്പൊടിയും ചേർത്തുണ്ടാക്കിയ നമ്മളെ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പുട്ടി ഹാർഡാവാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ബോട്ടിലിൽ ചെറുതായിട്ട് കാറ്റലിസ്റ്റ് മിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പുട്ടി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളത്തിൽ പല ഏരിയകളിലും കെട്ട് വന്നിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ പല തരത്തിലുള്ള ഹോളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഹോളുകൾ ഫില്ല് ചെയ്ത് പോകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പൊള്ള പോലെ കിടന്നിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് അടന്ന് വരാനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട്. അപ്പോൾ ഈ ഫൈബർ നന്നായിട്ട് ഇതിന് പിടിച്ച് കെടുക്കാനായിട്ടാണ് നമ്മൾ ഈ പുട്ടി വെച്ചിട്ട് ആ ഹോളുകളെല്ലാം ഫില്ല് ചെയ്തെടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ചെറിയ പീസുകളായിട്ടായിരിക്കും ഇപ്പോൾ ഈ ഫൈബർ ഗ്ലാസ് ഷീറ്റ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, നിങ്ങൾക്ക് വലിയ ഷീറ്റ് എടുത്ത് തന്നെ ഒട്ടിച്ചുകൂടെയെന്ന്. അപ്പോൾ നമ്മളിവിടെ ചെറിയ ഷീറ്റുകളായിട്ട് ഒട്ടിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പീസുകളുടെ മുകളിൽ മാത്രം നമ്മളിത് ഈ ഹാർഡ്നർ ഉപയോഗിച്ചിട്ടുള്ള റെസിന് തേക്കുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവർ ചെറിയ ഏരിയകളായിട്ടാണ് റോൾ ചെയ്തു പോകുന്നത്. കാരണം ഹാർഡ്നർ മിക്സ് ചെയ്തിട്ടുള്ള റെസിന് ഈ ഫൈബർ ഗ്ലാസ് ഷീറ്റിൻ്റെ മുകളിൽ റോൾ ചെയ്ത് പോകുമ്പോൾ തന്നെ ഹാർഡായി തീരുന്നത് കൊണ്ടാണ് ഇവർ ചെറിയ ഏരിയകളായിട്ട് ഇത് ഡീൽ ചെയ്ത് പോകുന്നത്. നിങ്ങൾ ഫൈബറിൻ്റെ എന്തെങ്കിലും വർക്ക് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് ഇവർ ചെയ്തു തരുന്നതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് പല തരത്തിലുള്ള പിഗ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ വള്ളത്തിന് നിങ്ങൾ ഫൈബറിൽ കളർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളർ വാങ്ങി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വള്ളത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബർ ചെയ്യിക്കാനുള്ളൊരു കാരണം ഈ വള്ളത്തിൻ്റെ മുകളിൽ കുറച്ച് കാലം നിർത്തിയിടുമ്പോൾ വള്ളത്തിൻ്റെ മുകളിലൊക്കെ ഒരു പ്രത്യേക തരം ഹാർഡായിട്ടുള്ള ഒരു പുറ്റ് പിടിക്കും. അതിനെ നമ്മുടെ നാട്ടിലൊക്കെ മൊരയെന്ന് പറയും. അതായത് നമ്മൾ ഈ കക്കയുടെ ഒക്കെ പോലത്തെ തോട് പോലുള്ള ചെറിയ സംഭവങ്ങളാണ്. അപ്പോൾ ഇത് വന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെ ഇളക്കി കളയേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ മരപ്പലകയെ അവർ നശിപ്പിക്കും. ഇങ്ങനെയുള്ള പല ജീവികളിൽ നിന്നും ഈ ഒരു വള്ളത്തിൻ്റെ പലകയെ സംരക്ഷിക്കാനും അതുകൂടാതെ തന്നെ ഇങ്ങനെയുള്ള ഈ പുറ്റുകളൊക്കെ ഇളക്കി കളയുന്ന സമയത്ത് പലകയ്ക്ക് കംപ്ലൈൻറ്റ് വരാതിരിക്കാനും കൂടിയാണ് നമ്മൾ ഈ ഒരു പലകയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ വള്ളത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെയുള്ള ഫൈബർ കോട്ടിങ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ വള്ളത്തിൻ്റെ മുകളിൽ ഫൈബർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 3-4 മാസത്തിൻ്റെ ഉള്ളിൽ വള്ളം കരക്ക് കയറ്റി ഇടയ്ക്കിടയ്ക്ക് ആ വള്ളത്തിൻ്റെ മുകളിൽ എണ്ണ അടിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ട് വരും. അപ്പം ഇങ്ങനെ വള്ളത്തിൻ്റെ മുകളിൽ ഫൈബർ ചെയ്യുന്നതിലൂടെ നമുക്ക് അങ്ങനെ എണ്ണ അടിക്കുന്നതിൻ്റെ ചിലവ് കുറഞ്ഞു കിട്ടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇന്ന് പലരും വള്ളങ്ങളെല്ലാം നിർമ്മിക്കുന്നത് തന്നെ ഫൈബർ കൊണ്ട് മോൾഡ് എടുത്തുകൊണ്ടാണ്. തിരൂരിൽ പലയിടത്തുമായിട്ട് വള്ളം ഫൈബർ ചെയ്യാനുള്ള മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ധാരാളം സ്റ്റോറുകളുണ്ട്. അപ്പോൾ പടിഞ്ഞാറേക്കര ഉണ്ട്, അതുപോലെ തന്നെ തിരൂർ, താനൂർ എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഫൈബർ മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ള ധാരാളം ഷോപ്പുകളുണ്ട്. ഫൈബർ ഗ്ലാസ് ഷീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഹങ്ങളെപ്പോലെ തുരുമ്പെടുക്കില്ല എന്നതാണ്. കൂടാതെ തന്നെ ഭാരം കുറഞ്ഞതും ശക്തമായി ധാരാളം കാലം ഈട് നിൽക്കുന്ന ഒരു മെറ്റീരിയലുമാണിത്. നിങ്ങൾക്കറിയാം, ഇന്നത്തെ കാലത്ത് വാഹനങ്ങളുടെ പാർട്സുകൾ, റൂഫിങ്ങുകൾ, ബോട്ടുകൾ, സ്വിമ്മിംഗ് പൂൾസ്, ടാങ്കുകൾ എന്നിവയെല്ലാം നിർമ്മിക്കാനായി പ്രധാനമായും നമ്മൾ ആശ്രയിക്കുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് ഫൈബർ.
ഇത്രയും വലിയ വള്ളത്തിൻ്റെ മുകളിൽ ഫൈബർ കോട്ട് ചെയ്യാനായിട്ട് വെറും ഒരു ദിവസം മാത്രമാണ് എടുക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ വർക്ക് എടുക്കുന്ന ഒരു ആളാണ് മണിയേട്ടൻ. അപ്പോൾ മണിയേട്ടനും മണിയേട്ടൻ്റെ മകനും കൂടിയിട്ട് തന്നെയാണ് ഈ വർക്കുകളെല്ലാം ചെയ്യുന്നത്. സമയത്തിന് കൃത്യമായ പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുന്ന ഒരു വർക്ക് തന്നെയാണ് ഫൈബർ കാസ്റ്റിംഗ് എന്നത്. ഇങ്ങനെ പ്രത്യേകം പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുട്ടി തയ്ച്ച് ക്ലിയർ ആക്കുന്നതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഈ ഒരു ഫൈബർ ഗ്ലാസ് ഷീറ്റ് വിരിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ റെസിൻ റോൾ ചെയ്തെടുക്കുന്നത്. പുട്ടി ഉണങ്ങുന്നതിന് മുന്നേ തന്നെ വേണം ഈ ഒരു റെസിൻ വിരിച്ച് ഇത് റോൾ ചെയ്തെടുക്കാനായിട്ട്. അതിനുവേണ്ടി ഇതിന് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഹാർഡനർ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അത് ഇവർ വളരെ കൃത്യമായി തന്നെയാണ് ഉപയോഗിക്കുന്നത്. വലിയ ആവശ്യങ്ങൾക്കായിട്ട് റെസിനും ഫൈബർ ഗ്ലാസ് ഷീറ്റും എല്ലാം ആവശ്യമുള്ളവർക്ക് കാലിക്കറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇത് ബൾക്കായിട്ട് എടുക്കാവുന്നതാണ്. വലിയ വില വ്യത്യാസം തന്നെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം, നമ്മളിപ്പോൾ ഫൈബർ കാസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലായിട്ടുണ്ട്. ഇപ്പോൾ ഈ തലമുറം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈബർ കാസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ വർക്കുകൾ നിങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ കമൻറ്റിലൂടെ അറിയിക്കുക. കൂടാതെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കെമിക്കലുകൾ യൂസ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഗ്ലൗസ്, മാസ്ക് എന്നിവയെല്ലാം ധരിച്ചിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് പലതരം ആളുകളുണ്ട്. ഈ ശ്വാസമുട്ട് പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് ഈ ഒരു കെമിക്കൽ ഭയങ്കര ദോഷം ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. എന്തെങ്കിലും സംശയങ്ങൾക്കായിട്ട് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കാം, കാര്യങ്ങളെല്ലാം അന്വേഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, നമ്മുടെ വള്ളത്തിൻ്റെ ഈ ഫൈബർ കാസ്റ്റ് ചെയ്യുന്നത് ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.